ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തില് വർഷങ്ങൾക്ക് മുന്നേ ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് കൊല്ലപ്പെട്ടു. ക്യാമ്പസിന് പുറത്തുള്ളവരാണ് അഭിമന്യുവിനെയും അർജുനെയും കുത്തിയ ശേഷം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകരെ നേരിടാൻ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കൾ വിളിച്ചുവരുത്തിയത് പ്രത്യേക പരിശീലനം സിദ്ധിച്ച സംഘത്തെയാണെന്ന സംശയം ബലപ്പെടുന്നു. മരിച്ച അഭിമന്യുവിന്റെ നെഞ്ചു പിളർത്തി അകത്തേക്ക് കയറിയ കത്തി ഹൃദയം മുറിച്ചു കളഞ്ഞു. ഇതാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ അഭിമന്യുവിന്റെ ഹൃദയമിടിപ്പ് നിന്നിരുന്നു. അത് മറ്റാരുമല്ല, അഭിമന്യു, കേരളത്തിന് സ്വന്തം അഭിമന്യു. അവന്റെ ആ മരണത്തിൽ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുണ്ടായി. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം പലപ്പോഴും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സംഭവം കേരളത്തിൽ ആദ്യമല്ല. പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജില് രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്കിടയിൽ എവിടേക്ക് കടന്നു വന്നിട്ടുണ്ടോ അത് കത്തിക്കുത്തിലെ അവസാനിച്ചിട്ടുള്ളൂ. പക്ഷേ അഭിമന്യുവിന്റെ മരണത്തിന് കാരണക്കാരായവർ അവരെന്നും സുഖലോലുപതയിൽ ജീവിക്കുകയാണ്. എന്താണ് കാരണം എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 2018 ജൂലൈ 2 അഭിമന്യുവിന്റെ കൊലപാതകത്തിന് കാരണമായ ആ സംഭവം ഉരുത്തിരിയുന്നത്. ക്യാമ്പസിലെ വർഗീയ ശക്തികൾക്കെതിരെ അവൻ ചുവരിൽ ചുണക്കുട്ടനായ അവൻ ധീരനായി തന്നെ എഴുതി വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് അത് കണ്ട് അസഹിഷ്ണുത തോന്നിയ SDPIക്കാര്, അങ്ങനെ തന്നെ ഞാൻ പറയും, SDPIക്കാര് അവനെ കഠാര കൊണ്ട് കുത്തിക്കൊന്നു. 6-ാം പ്രതി സനീഷ് കൊലയാളി സംഘത്തിനുള്ള ആയുധങ്ങൾ എത്തിച്ചത് ഇയാളായിരുന്നു. കത്തി, ഇടിക്കട്ട, ഉരുട്ടിയ മരവടി എന്നിവയുമായെത്തിയ സനീഷും സംഘവും SFIയുടെ ചുവരെഴുത്ത് വായിച്ച് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെഴുത്ത് നടത്തി പ്രകോപനമുണ്ടാക്കി. ചോദ്യം ചെയ്യാനെത്തിയ SFI പ്രവർത്തകരെ കത്തിവീശി ഭീഷണിപ്പെടുത്തി, ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു, ചിലരെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് സനീഷിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ കൊലയാളി ആരാണെന്ന് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നില്ല. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 16 പ്രതികളാണ്. അതിൽ 8 പേരെ പിടികൂടി. ശേഷിക്കുന്ന 8 പേരെ പിടികൂടാനുണ്ട്. തമ്മനം സ്വദേശി ഷിജു, എറണാകുളം സ്വദേശി ആരിഫ് ബിൻ സലീം, ജബ്ബാർ, മനാഫ്, നൌഷാദ്, റിയാസ്, അനീഷ്, അബ്ദുൽ നാസർ എന്നിവരാണവർ. അതിനിടെ കസ്റ്റഡിയിലായ മുഖ്യപ്രതിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് റിഫയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആ കൊലപാതകത്തിന്റെ പാപം പേറി ഇന്നും അവർ എവിടേക്കോ ജീവിക്കുന്നുണ്ട്, സുഖലോലുപതയിൽ ജീവിക്കുന്നുണ്ട്. ഇനി നമുക്ക് അഭിമന്യുവിന്റെ കുടുംബത്തിലേക്ക് കടക്കാം. അഭിമന്യു ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പുത്രനാണ്. കർഷകന്റെ മകനാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവൻ. സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണുനീർ ഇന്നും നമുക്ക് മുന്നിലുണ്ട്. വേദന മങ്ങാതെ അച്ഛന്റെ നെഞ്ചിലെ തീ നമുക്കിന്നും കാണാം. എന്താണ് ഇതിൽ സംഭവിച്ചത്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൊലപാതകവും കൂടി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഘാതകരായി മാറിയവരുടെ കൂടെ ഇഫ്താർ വിരുന്ന് ഉണ്ണുകയാണ്, അല്ലെങ്കിൽ ഇഫ്താർ വിരുന്നിന് പങ്കെടുക്കുകയാണ് ഈ നാട്ടിലെ മന്ത്രിമാർ. അതും സഖാവിന്റെ മരണത്തിന് കാരണമായവരുടെ കൂടെ തന്നെ. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയ ചിന്തകൾ പോകുന്നത്? അങ്ങനെ അന്വേഷണത്തിന് തിരിതെളിച്ചു. FIR ഇട്ടു. പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ള ഈ ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൊലപാതകം സർവ്വസാധാരണമായി കാണേണ്ടതുണ്ടോ? ഇതിനെ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് കുറേ പേര്, ഒരു 10-20 പേര് വന്ന് ക്യാമ്പസിലേക്ക് കയറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. അവിടെ പഠിക്കുന്ന ആളുകളായിരുന്നു, ഞങ്ങൾക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സംഘർഷമായി. പെട്ടെന്ന് ഞങ്ങളുടെ സഹകളെല്ലാവരും കൂടി ഒന്ന് ആക്രമിക്കുകയുണ്ടായത്. ഒരു 10-20 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അഭിമന്യുവിന് എങ്ങനെയാണ് കുത്തേക്കുന്നത്? അതിനകത്ത് ഒരുത്തൻ നേരെ കയറി കുത്തിയാണ്. ആദ്യം വീശി, പിന്നെ അത് കണ്ട് ഞങ്ങൾ മാറിയപ്പോൾ അവന്മാർ പുറകെ ഓടി ഒന്ന് കുത്തി ചെയ്തത്. കണ്ടുപിടിച്ചുണ്ടോ? ആരും കണ്ടുപിടിച്ചില്ല. ഒരുത്തൻ മാത്രമേ ക്യാമ്പസിൽ പഠിക്കാനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തുള്ളവർ, ആരും കണ്ടുപിടിച്ചില്ല. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രാഷ്ട്രീയം കടത്തിവിടുന്നതിന്റെ കാര്യം ഉണ്ടോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2, അവനെ കൊന്നവരുടെ കൂടെ തന്നെ ഇഫ്താർ വിരുന്ന് ഉണ്ണാൻ മാത്രം, ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ മാത്രം ഇവിടത്തെ പാർട്ടിയിലെ ആളുകൾ അധപതിച്ചു.
ഇതും ഒരു മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് നിങ്ങൾ നോർമലൈസ് ചെയ്യാമെങ്കിൽ ആ അമ്മയുടെ കണ്ണുനീര് ഇപ്പോഴും വറ്റാതിരിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന, ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പാവപ്പെട്ട ചെറുക്കനെ അവൻ ചെയ്ത തെറ്റെന്താണ്? ഈ പാർട്ടിയിൽ അവൻ വിശ്വസിച്ച പാർട്ടി പ്രസ്ഥാനത്തിൽ, അവൻ വിശ്വസിച്ച ചെങ്കൊടിയുടെ നിറത്തിൽ അവൻ വിശ്വസിച്ച് പോരാടിയതാണോ അവന്റെ കുറ്റം? വർഗീയത തൊലയട്ടെ എന്ന് പറഞ്ഞ് എഴുതി വച്ചപ്പോൾ അതിൽ അരിശം പൂണ്ട്, അത് കണ്ട് അമർഷം പൂണ്ട് തീവ്രവാദ കുറ്റവാളികൾ അവനെ കടാരയ്ക്ക് ഇരയാക്കി. അവന്റെ ആശയം, അവന്റെ ആ എഴുതി വെച്ച ആശയത്തെ പിന്തുടർന്നല്ലേ നിങ്ങൾ പോരേണ്ടത്? ഇന്ന് ഈ കേരളത്തിൽ അതേ വർഗീയ ശക്തികളുടെ കൂട്ട് നിങ്ങൾ പിടിച്ചിട്ടില്ലേ? വോട്ട് ബാങ്കുകളാക്കി അവർക്ക് വേണ്ടി പീഡനം നടത്തിയിട്ടില്ലേ? ഇതാണോ യഥാർത്ഥ ദൈവത്തിന്റെ സ്വന്തം നാട് ചെയ്യേണ്ടത്? ഈ ഒരു ഇഫ്താർ വിരുന്ന് ഉണ്ണല് അത് തുറന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയും മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടാനായിട്ടാണ് ചിലർ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ അതിനെ കരുതേണ്ട കാര്യമില്ല. കാരണം മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടലല്ല ഇവിടെ പറയുന്നത്. SDPI എന്നൊരു പാർട്ടിയുടെ ആശയം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അഭിമന്യുവിനെ കൊന്ന ആളുകളിൽ ഭൂരിഭാഗവും SDPIക്കാരാണെന്ന് ഇവിടെ പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ, അവന്റെ കേസ് എങ്ങും എത്താത്ത സാഹചര്യത്തിൽ, അവന്റെ കുടുംബത്തിന് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ ഇഫ്താർ വിരുന്ന് ഇങ്ങനെ ഇത്രയും സന്തോഷത്തോടെ നിങ്ങൾക്ക് വിരുന്നുണ്ണാൻ എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ വന്ന അതേ പാതയിലൂടെ വരേണ്ട ഒരു പുരുഷനായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ലേ അഭിമന്യു? നാളെ ഒരു സഖാവ്, ഇന്നത്തെ സഖാവ് ശിവൻകുട്ടിയിൽ നിന്നും മന്ത്രി ആയതുപോലെ സഖാവ് അഭിമന്യുവിൽ നിന്നും നാളെ മന്ത്രിയോ ആരൊക്കെയോ ആകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ലേ അഭിമന്യു? അവൻ ചെയ്ത തെറ്റ്, അവൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു, ആ പ്രസ്ഥാനത്തിൽ ചേർന്നു, ആ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തു, ആ പ്രസ്ഥാനം തന്നെ അവന് ജീവൻ എടുത്തു. ഇതാണ് പാവപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തിന് ഉണ്ടായത്. ശരിയാണ്, അവന്റെ രക്തസാക്ഷിത്വത്തിൽ അവന് വീട് വെച്ചു കൊടുത്തു, അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തി കൊടുത്തു, ബക്കറ്റ് പിരിവുമായിട്ട് ഇറങ്ങി. കേരളക്കര ഒന്നാകെ അതില് സഹകരിച്ചു. കാരണം അഭിമന്യു എന്ന് പറഞ്ഞത് ആ അമ്മയുടെ മാത്രം മകനല്ല, കേരള ജനതയുടെ മൊത്തം മകനായിരുന്നു. 2018 ജൂലൈ 2 അധ്യയന വർഷം തുടങ്ങുന്ന സമയത്താണ് അവന്റെ ജീവൻ പൊലിഞ്ഞത്. മഹാരാജാസില് ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതിനു മുമ്പ് പല സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സംഭവങ്ങൾ ഉണ്ടായ ശേഷവും ഇതേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നമ്മൾ എതിർക്കണോ അതോ നമ്മൾ അവരുടെ കൂടെ അനുകൂലിക്കണോ? ഇതാണ് നമ്മുടെ ചോദ്യം. അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി അവരുടെ കൂടെ പീഡനം നടത്തിയിട്ടില്ല എന്ന് വാക്കുകൾ നിങ്ങൾക്ക് ഉദ്ധരിക്കുകയാണെങ്കിൽ, വർഗീയ ശക്തികളുടെ കൂട്ട് നിങ്ങൾ പിടിച്ചിട്ടില്ല, വോട്ടിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. കാരണം പിണറായി വിജയൻ പണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി വോട്ടിന് വേണ്ടി ലക്ഷ്യം വെച്ച് പങ്കാളികളായി എന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നിങ്ങൾ പറയൂ വീഡിയോയിലേക്ക്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ചു, ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നു. നാളെ കൂട്ടുപിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എന്താണ് ഉറപ്പ്? നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഇവിടെ മരണപ്പെട്ട അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ച അഭിമന്യുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. നീതി കിട്ടാനായിട്ട് ഇവിടുത്തെ സഖാക്കൾ പൊരുതണം, പോരാടണം. അല്ലാതെ അവന്റെ ജീവനെടുത്ത അതേ വർഗശക്തികൾക്ക് പാലൂട്ടി വളർത്തുകയും ഇഫ്താർ വിരുന്നുണ്ണുകയും അല്ല ചെയ്യേണ്ടത്. ഇത് സഖാക്കന്മാർക്ക് ചേർന്ന പരിപാടിയാണോ? സഖാക്കന്മാരുടെ ചിന്താശക്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. കരുത്തുറ്റ നേതാക്കന്മാരല്ലേ നിങ്ങൾ? ആ നേതാക്കന്മാർ ഇങ്ങനെ ഇത്ര അപഹാസ്യമായ രീതിയിൽ പെരുമാറേണ്ട കാര്യമുണ്ടോ?